ടോണി ആകട്ടെ ആ സമയം തന്റെ നെഞ്ചിലുണ്ടായിരുന്ന ആ ചെറിയ ആർക്ക് റിയാക്ടർ ഉബൈഡിനെ കാണിക്കുകയാണ്. തന്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ ഈ ആർക്ക് റിയാക്ടറിലൂടെയാണെന്ന് ടോണി പറയുന്നു. ഇത് കേൾക്കുന്ന ഉബൈഡൻ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ താൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ടോണി പറയുന്നുണ്ട്. ഉബൈഡനുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം ടോണി നേരെ പോകുന്നത് തന്റെ ഹൈടെക് ലാബിലേക്കാണ്. തന്റെ നെഞ്ചിലെ ആ പഴയ ആർക്ക് റിയാക്ടർ മാറ്റി താൻ പുതിയതായി ഡിസൈൻ ചെയ്ത കൂടുതൽ പവർഫുൾ ആയ ആർക്ക് റിയാക്ടർ ഘടിപ്പിക്കാൻ ടോണിക്ക് ഒരാളുടെ സഹായം വേണമായിരുന്നു. അതിനായി ടോണി സഹായം തേടുന്നത് തന്റെ അസിസ്റ്റന്റ് ആയ പെപ്പർ പോട്ട്സിനെയാണ്. പുതിയ ആർക്ക് റിയാക്ടർ ടോണിയുടെ നെഞ്ചിൽ ഘടിപ്പിച്ചതിന് ശേഷം പഴയ ആർക്ക് റിയാക്ടർ നശിപ്പിക്കാൻ ടോണി പറയുന്നുണ്ടെങ്കിലും പെപ്പർ അത് സൂക്ഷിച്ചു വയ്ക്കുന്നു. പുതിയ ആർക്ക് റിയാക്ടർ നെഞ്ചിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ടോണി ആദ്യം പോകുന്നത് തന്റെ സുഹൃത്തായ ജെയിംസ് റോഡിയുടെ അടുത്തേക്കാണ്. തന്റെ ഓഫീസിലേക്ക് കടന്നു വരുന്ന ടോണിയെ കണ്ട് റോഡി അത്ഭുതപ്പെടുകയാണ്. കാരണം പത്രസമ്മേളനത്തിൽ ആയുധ നിർമ്മാണം നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ച ശേഷം ടോണി അടുത്ത് എന്ത് പറയാനാണ് വരുന്നതെന്ന് അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. താൻ ഒരു പുതിയ വലിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെന്നും അതിന്റെ ഭാഗമാവാൻ